ഹായ്, ഞാൻ സിൻ ശരണ്യ, ഇൻ്റർനാഷണൽ സർട്ടിഫൈഡ് സൂംബ ഇൻസ്ട്രക്ടറാണ്. കൂടാതെ പേഴ്സണൽ ഫിറ്റ്നസ് ട്രെയിനറും കൂടിയാണ്. 5 വർഷമായി ഞാൻ ഫിറ്റ്നസ് സർട്ടിഫിക്കേഷൻ ചെയ്തതിന് ശേഷം ഞാനിവിടെ കാട്ടാക്കടയുടെ ഹൃദയഭാഗത്തായിട്ട് സിയ സൂംബ ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്ഥാപനം ഇട്ടിട്ടുണ്ട്. ഇവിടെ ജെൻസിനും ലേഡീസിനും ഒരുമിച്ച് ആണ് നമ്മൾ ക്ലാസ് നടത്തുന്നത്. മോർണിംഗ് സെക്ഷനും ഈവനിങ് സെക്ഷനും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. എന്തിനാണ് സൂംബ? എന്താണ് സൂംബ? സൂംബ എന്തിനാണ് സാധാരണയായി യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കാർഡിയോ വാസ്കുലാർ ഹെൽത്ത് കണ്ടീഷനിങ്ങിന് വേണ്ടിയിട്ടാണ് സൂംബ സാധാരണയായി യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഹാർട്ടിൻ്റെ കണ്ടീഷനിങ്ങിനും ലങ്സിൻ്റെ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിനാണ് സൂംബ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. കൂടാതെ നമ്മൾ സ്ട്രെസ് റിലീഫ് ചെയ്യുന്നതിനും വെയ്റ്റ് മാനേജ്മെൻറ്റിനും ഒക്കെ ആയിട്ട് നമ്മൾ സൂംബ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് ലോകത്ത് വളരെ പെട്ടെന്ന് തന്നെ പ്രചാരത്തിൽ വന്ന ഒരു ഫിറ്റ്നസ് ഫോർമാറ്റാണ് സൂംബ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ജനങ്ങളിലേക്ക് സൂംബ എത്തിയെന്ന് ചോദിച്ചാൽ അതൊരു ഡാൻസ് ഫോർമാറ്റ് ആയതുകൊണ്ടാണ്. കാരണം പാട്ടും ഡാൻസും എല്ലാം ജനങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ആ ഫിറ്റ്നസ് ഫോം ജനങ്ങളിലേക്ക് നമ്മൾ പെട്ടെന്ന് എത്തിച്ചേരുകയും ചെയ്തു. ഇന്ന് 180 രാജ്യങ്ങളിൽ വളരെ വിശാലമായി തന്നെ ഉപയോഗിച്ച് വരുന്നൊരു ഫിറ്റ്നസ് ഫോർമാറ്റാണ് സൂംബ എന്ന് പറയുന്നത്. സൂംബയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെയ്റ്റ് മാനേജ്മെൻ്റ് ആണെന്ന് എല്ലാവരും പറയുമെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പറയാൻ ജനങ്ങളിൽ എത്തിക്കാനും ക്ലയൻസുകളിൽ എത്തിക്കാനും ആഗ്രഹിക്കുന്ന മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ് റിലീഫാണ്. ഇന്നത്തെ കാലത്ത് വർക്കിംഗ് വുമൺസ് ഒരുപാട് പേരുണ്ട്, വീട്ടമ്മമാരുണ്ട്, ബാക്കി സാധാരണ ജോലികളൊക്കെ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് എല്ലാവർക്കും ഏറ്റവും ബാധ്യതയായിട്ട് കൊണ്ട് നടക്കുന്നത് സ്ട്രെസ്സാണ്. ആ സ്ട്രെസ് എവിടെ കൊണ്ട് കളയും എന്നവർക്കറിയില്ല. വീട്ടിൽ കളയാൻ പറ്റില്ല, ഭർത്താവിൻ്റെ അടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല, മക്കളുടെ അടുത്ത് സ്ട്രെസ് കൊണ്ട് കളയാൻ പറ്റില്ല, എവിടെ കൊണ്ട് കളയണമെന്ന് അറിയാതെ ഭാരവും ഉള്ളിൽ വെച്ചുകൊണ്ടാണ് വീട്ടമ്മമാർ ഇന്ന് നടക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ വർക്കിംഗ് വുമൺസ് നടക്കുന്നത്. അവർ ആ ഒരു സമയം, ആ ഒരു മണിക്കൂറെങ്കിലും അവരുടെ സ്ട്രെസ് എവിടെ കൊണ്ടുവന്ന് റിലീസ് ചെയ്യും എന്നുള്ളതിനുള്ള ഒരേ ഒരു ഓപ്ഷൻ ഇന്ന് അവർ കണ്ടെത്തിയിരിക്കുന്നത് സൂംബയാണ്. നമ്മൾ സൂംബയ്ക്ക് വരുമ്പോഴത്തേനും എൻ്റെ ക്ലയൻസിനെ തന്നെ എടുക്കുകയാണെങ്കിൽ അവർ സൂംബ ക്ലാസ്സിന് വരുമ്പോഴത്തേനും ഇങ്ങനെ ഡൗൺ ആയി ഫേസൊക്കെ ഭയങ്കര ഡള്ളായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. നമുക്ക് വരുന്ന കാണുമ്പോൾ തന്നെ അറിയാം തലയിലൊരു കെട്ട് ഭാരവുമായിട്ടാണ് വരുന്നതെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഒന്നും ചോദിക്കാറില്ല, നമുക്ക് ക്ലാസ് തുടങ്ങാമോ എന്ന് ചോദിച്ചിട്ട് അവരെ ക്ലാസ്സിലോട്ടങ്ങ് കടത്തിവിടും. ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്തായിരുന്നു പ്രശ്നം, വന്നപ്പം ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചാൽ വന്നപ്പം കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, ഓഫീസിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, വീട്ടിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, പിള്ളേരുടെ പഠിത്തം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. ഇപ്പം ഞാൻ ഓക്കെയാണ്, കുറച്ച് റിലീഫാണ്, ഞാൻ ഇനി വീട്ടിൽ ചെന്ന് സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാം. ഇതാണ് ഇന്ന് വീട്ടമ്മമാരെ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, സ്ട്രെസ് റിലീഫ്. എവിടെ കൊണ്ടുവന്ന് ഭാരം ഇറക്കി വെക്കും. അവർ ഈ ക്ലാസ്സിന് വരുമ്പോൾ ഡാൻസ് അറിയാമോ ഇല്ലയോ അതൊന്നും അവരുടെ വിഷയമല്ല. അവരിവിടെ വന്നു ഡാൻസ് അറിഞ്ഞുവിടെങ്കിലും അവർ മൂവ് ചെയ്യുന്നുണ്ട്, അവർ കളിക്കുന്നുണ്ട്, അവർക്ക് ചിരിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അവർ കുട്ടിക്കാലം കൂടെ തിരിച്ചു വരാണ്. അവരൊരു 40 വയസ്സായ അമ്മമാരെ കണ്ട് അവർ 30 വയസ്സായവരെ പോലെ ബിഹേവ് ചെയ്യും. 30 വയസ്സായ 20 വയസ്സായ ഒരു 10 വയസ്സ് കുറച്ചിട്ടാണ് അവർ ഇവിടുന്ന് പോകുന്നത് തന്നെ. കാരണം അവരുടെ സ്ട്രെസ് ഇതെല്ലാം ഇവിടെ റിലീസാക്കിയിട്ടാണ് പോകുന്നത്. സോ ഈ സൂംബയുടെ ഏറ്റവും വലിയ ഗുണമായിട്ട് എനിക്ക് പറയാനുള്ളത് സ്ട്രെസ് റിലീഫാണ്. പിന്നുള്ളൊരു കാര്യം കാർഡിയോ വാസ്കുലർ കണ്ടീഷനിങ് ആണ്. അത് മെയിൻ ആണ് നമ്മുടെ ഹാർട്ടിൻ്റെ കണ്ടീഷനിങ്. ഇന്നത്തെ ന്യൂജൻ എന്നുള്ള ഈ ഒരു അവസ്ഥയിലോട്ട് പോകുമ്പോൾ, ഇന്നത്തെ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാര രീതിയും നമ്മൾ ചെയ്യുന്ന ഡെയിലി ലൈഫിൽ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഹാർട്ട് കണ്ടീഷനിങ് വീക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്, ലങ്സ് കണ്ടീഷനിങ് വീക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. പോവുകയാണെങ്കിൽ കൊച്ചു പിള്ളേർക്ക് മുതൽ ഇന്ന് ഹാർട്ട് അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവർക്കുള്ള പ്രവൃത്തികൾ കുറഞ്ഞു വരുന്നു. കാരണം TV കാണുന്നു, ഫോൺ കാണുന്നു, ബാക്കി നമ്മൾ പണ്ട് അരകല്ലിൽ അരയ്ക്കുന്നു, അരകല്ലിൽ അരയ്ക്കുന്നു, ഇടിക്കുന്നു, പൊടിക്കുന്നു, അതൊന്നും ഇല്ല. എല്ലാം മിക്സിയും ഗ്രൈൻഡറും ഒക്കെ ഉള്ള ഒരു കാലത്തിലോട്ട് പോയപ്പോൾ മെയിനായിട്ട് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹാർട്ടിൻ്റെ കണ്ടീഷൻ കുറയുക എന്നുള്ളതാണ്, ഹാർട്ട് വീക്കാവുക എന്നുള്ളതാണ്. എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള ഒരുപാട് അമ്മമാർക്ക് ഹാർട്ട് വീക്കാണ്, ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞവരാണ്. അപ്പം അവർക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്കൊരു കാര്യം വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. രോഗം വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക,
ചികിത്സിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പം ഹാർട്ടിന് എന്ത് ചെയ്യുക, കണ്ടീഷൻ ചെയ്യുക. ഇന്ന് പലരും സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ പലരും ടെക്നോ പാർക്ക് പോലുള്ള സ്ഥലങ്ങളിൽ ചെന്നിരുന്നിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ ആ സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ 1 മണിക്കൂർ ഇപ്പോൾ സൂംബ ചെയ്യുന്നുണ്ട്. വീട്ടമ്മമാർ സൂംബ ചെയ്യുന്നുണ്ട്. വീട്ടമ്മമാരുടെ അടുത്ത് ഡോക്ടർമാർ പോയി ചോദിക്കുകയാണ് എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അമ്മമാർ പറയും ഞാൻ വീട്ടിൽ നല്ല പണിയെടുക്കുന്നുണ്ട് എന്ന് പറയും. പക്ഷെ അതൊന്നും ഒരു വർക്കൗട്ടിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ കാലത്ത് എടുക്കുന്നില്ല. അതൊരു വർക്കൗട്ടിൻ്റെ ഭാഗമൊന്നും അല്ല. 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്കൗട്ട്. എല്ലാവർക്കും എല്ലാ ജിമ്മുകളിലും പോയി ഒന്നും വർക്കൗട്ട് ചെയ്യാനൊന്നും കഴിയത്തില്ല. ചിലർക്ക് ഭാരം എടുക്കുന്നതിനോട് താല്പര്യമില്ല, ചിലർക്ക് ബാക്ക് പെയിൻ ഉണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, കുറേ കണ്ടീഷനിങ് ഉണ്ട്. അതെല്ലാം മാറി കിട്ടുന്ന ഒരു സ്ഥലം, കുറച്ചൊരു റിലീഫായിട്ട് നമുക്ക് പാട്ടൊക്കെ കേട്ടിട്ട് സന്തോഷത്തോടെ കളിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സുംബ എന്ന് പറയുന്നത്. എൻ്റെ പേര് ടീന, ഞാൻ നേഴ്സാണ്. അബുദാബിയിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ചില പേഴ്സണൽ റീസൺസ് കാരണം നാട്ടിൽ വരേണ്ടി വന്നു. അങ്ങനെ ഇവിടെ വന്ന സമയത്ത് എനിക്ക് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല എന്നുള്ളൊരു തോന്നലിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ എൻക്വയറി ചെയ്തത് CAയിൽ. അപ്പോൾ ശരണ്യ നല്ല സപ്പോർട്ടീവായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇവിടെ വന്ന് ചേരണം എന്ന് തോന്നി, അങ്ങനെയാണ് വന്നത്. പിന്നെ അതുമാത്രമല്ല, ആദ്യത്തെ ആ സമയത്ത് ഞാൻ മൂഡ് ഭയങ്കര ലോ ആയിരുന്നു. എൻ്റെ ദുബായിൽ നിന്ന് വന്ന സമയത്തൊക്കെ മൂഡൊക്കെ വളരെ ലോ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വേണമെന്നും പിന്നെ കാർഡിയോ ആയിട്ട് എന്തെങ്കിലും എക്സസൈസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നല്ല ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് ഉണ്ടായി, മൂഡിൻ്റെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി, ഹെൽത്ത് ഇഷ്യൂസ് കുറച്ചുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഈ മാറ്റം വന്നു. വെയിറ്റ് കുറച്ച് റെഡ്യൂസ് ആയിട്ടുണ്ട്, ഇതിനേക്കാളും വെയിറ്റ് ഉണ്ടായിരുന്നു, വെയിറ്റ് റെഡ്യൂസ് ആയി, ടോണിങ് ഉണ്ടായി. അത് മാത്രമല്ല എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലങ്ങനെ ഇരിക്കുന്നവർക്ക് ഇങ്ങനെയുള്ളൊരു ഫിറ്റ്നസ് മോട്ടിവേഷൻ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ടുഗദർനെസ് അല്ലെങ്കിൽ മൂഡ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റ്സ് ഇവിടെ വരുമ്പോൾ ഉണ്ട്.
ഹായ്, ഞാൻ ആശ. ഞാൻ നേഴ്സാണ്. ഞാൻ ഇവിടെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ബോഡി ഷേമിങ്ങും സ്ട്രെസ്സും കൊണ്ട് ഞാൻ ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെ ഇതിൽ നിന്നും മുന്നേറാം എന്നുള്ള ചിന്തയിലായിരുന്നു. അങ്ങനെയാണ് ഇവിടെ ഞാൻ ഇത് കാണുന്നതും ഇവിടെ വന്ന് നമ്മുടെ സിൻ ശരണ്യനെ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത്. ആദ്യമൊക്കെ കുറച്ച് പേര് പറഞ്ഞു, നീ സുംബ നിനക്ക് ഓൺലൈനായിട്ട് ചെയ്താൽ പോരെ, എന്തിനാ ഇങ്ങനെ കാശ് കൊടുത്ത് അവിടെ പോയി ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചവരുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓൺലൈനായിട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ നമുക്കൊരു ഇവിടെ വന്ന് എവിടെ ആയാലും ഏത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചെയ്യുന്ന ആ ഒരു ഫീല് കിട്ടുകയില്ല. അതുപോലെ നമ്മൾ ചെയ്യുന്നതിൽ ഒരുപാട് മൂവ്മെൻറ്റ്സിനൊക്കെ ഒരുപാട് തെറ്റുകളുണ്ടാവും. അപ്പോൾ ഒരു ഇൻസ്ട്രക്ടറിൻ്റെ കീഴിൽ നമ്മൾ അഭ്യസിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റേതായ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഹായ്, ഹലോ, എൻ്റെ പേര് സൂര്യ. ഞാൻ ടീച്ചറാണ്. അറൗണ്ട് 4 ഇയേഴ്സായി ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട്. ആക്ച്വലി നമുക്കറിയാം, നമ്മൾ ബിസി ഷെഡ്യൂളാണ്. സ്കൂള്, അതുപോലെ തന്നെ വീട്ടിലെ ജോലി ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾക്കായിട്ടൊരു സ്പേസ്, അതുപോലെ ഒരു സ്ട്രെസ് ഫ്രീ, അതാണ് ആദ്യത്തെ ഓപ്ഷനായിരുന്നു എൻ്റെ ഇവിടെ വരുന്നത്. അപ്പോൾ സിയ ഫാമിലിയിൽ ജോയിൻ ചെയ്തതോടുകൂടി അതൊരു നല്ലൊരു മാറ്റം തന്നെയാണ് എനിക്കുണ്ടായത്. മാത്രമല്ല, ഞങ്ങളിവിടുത്തെ സൂംബ മേറ്റ്സ് അവർ ഈ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നിട്ട് ഒരു ഹാപ്പിനെസ്സാണ് ഇവിടെ വരുന്നത്. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ ആക്ച്വലി ഇവിടെ വന്നതിൻ്റെ. പിന്നെ രണ്ടാമെന്ന് പറയുന്നത്, ഈ പറഞ്ഞ പോലെ ഞാൻ നന്നായിട്ട് വെയിറ്റ് ഉണ്ടായിരുന്ന ഒരാളാണ്. അത് നല്ല രീതിയിൽ എനിക്ക് മാറ്റം ഉണ്ടായി. അവസാനം ലാസ്റ്റ് സ്റ്റേജിൽ ഏകദേശം ഒരു 2-3 മാസം മുന്നേ ഇതും ആയിരുന്നില്ല, ഞാൻ കുറച്ചും കൂടെ വെയിറ്റ് ലോസ് ചെയ്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത്രയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇച്ചിരി ഒരു ഗെയിൻ ആയി തുടങ്ങിയതിപ്പോൾ. പിന്നെ ഒരു കാര്യം പറയാതെ വയ്യ, ഞങ്ങളുടെ ഇവിടുത്തെ ഇൻസ്ട്രക്ടർ നമ്മൾ സിൻ ശരണ്യ, ഇതുപോലെയുള്ള ഒരു അത്രയും സിൻസിയറായിട്ട് ഒരാൾ എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയുക, ഇതുപോലെയുള്ള ഒരു സ്റ്റുഡിയോയിൽ ഉണ്ടാവില്ല. കാരണം അത്രയും നല്ലൊരു സിൻസിയറിറ്റി ഉള്ള ആൾ, അത്രയും സിൻസിയറായിട്ടുള്ള ആളാണ്.